മന്നം ജയന്തി ആഘോഷത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുത്തതോടെ UDF രാഷ്ട്രീയത്തിൽ വീണ്ടും താക്കോൽ സ്ഥാന ചർച്ചകൾ സജീവമാകുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ആരെന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നിലനിൽക്കുമ്പോഴാണ് ഈ പുതിയ നീക്കം ശ്രദ്ധേയമാകുന്നത്. ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് KPCC പ്രസിഡന്റ് ആരായാലും ശരി, ആ KPCC പ്രസിഡന്റിനെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരാൻ ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾ അധികകാലം നിങ്ങൾക്ക് തുടരാൻ ജനം നിങ്ങൾക്ക് അനുമതി നൽകുകയില്ല, പ്രത്യേകിച്ചും ഇവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗം. താക്കോൽ സ്ഥാനം എന്ന പ്രയോഗം കേരള രാഷ്ട്രീയത്തിന് സംഭാവന നൽകിയത് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരാണ്. 2013 തിരുവനന്തപുരത്ത് നടന്ന NSSന്റെ ഒരു ചടങ്ങിലാണ് സുകുമാരൻ നായരുടെ ചരിത്രപ്രസിദ്ധമായ താക്കോൽ സ്ഥാന പ്രസംഗം. അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റുമായിരുന്നു. UDF മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിൽ തന്നെ മന്ത്രിസഭാ പ്രവേശനത്തിന് രമേശിന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ആഭ്യന്തര വകുപ്പ് നൽകുന്നതിൽ A ഗ്രൂപ്പുകാർ ഇടങ്കോലിട്ടതോടെ മന്ത്രിസഭയിലേക്കില്ലെന്ന് രമേശ് പ്രഖ്യാപിച്ചു. ആ ഘട്ടത്തിലായിരുന്നു G. സുകുമാരൻ നായരുടെ താക്കോൽ സ്ഥാന പ്രസംഗം. NSSുമായി ഉറ്റബന്ധം പുലർത്തിയിരുന്ന രമേശിന് മന്ത്രിസഭയിൽ താക്കോൽ സ്ഥാനം നൽകിയില്ല എങ്കിൽ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്ന് സുകുമാരൻ നായർ തുറന്നടിച്ചതോടെ UDF കോൺഗ്രസ് നേതൃത്വങ്ങൾ അങ്കലാപ്പിലായി. പറഞ്ഞു പറയിപ്പിച്ചതാണെന്ന ആരോപണവും ഉയർന്നു. ഇതോടെ സുകുമാരൻ നായരുടെ പ്രസ്താവന രമേശ് ചെന്നിത്തലയെ വെട്ടിലുമാക്കി. ഗ്രൂപ്പ് തലത്തിൽ മുറിമുറിപ്പ് കൂടി വന്നതോടെ രമേശ് ചെന്നിത്തല എന്ന രാഷ്ട്രീയക്കാരന് സുകുമാരൻ നായരെ തള്ളിപ്പറയേണ്ടി വന്നു. എൻ്റെ നിലപാടുകൾ സുവ്യക്തമായിരിക്കെ NSS ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗത്തിൽ എന്നെ വലിച്ചിഴക്കേണ്ട കാര്യമില്ല. സാമൂഹ്യ സാമുദായിക സംഘടനകളും അതിൻ്റെ നേതാക്കളും അവരുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നത് ഉചിതമല്ല. ഇതോടെ NSS നേതൃത്വവുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീണു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മാറ്റി രമേശിനെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് നിയമിക്കാൻ ഉമ്മൻചാണ്ടിയും കോൺഗ്രസ് നേതൃത്വവും തയ്യാറായെങ്കിലും രമേശും NSSും തമ്മിലുള്ള അകൽച്ച തുടർന്നു. 11 വർഷത്തിന് ശേഷം സുകുമാരൻ നായരുടെ ക്ഷണപ്രകാരം ഇന്ന് മന്നം ജയന്തി ആഘോഷത്തിൽ ചെന്നിത്തല പങ്കെടുത്തതോടെ സംസ്ഥാന UDF രാഷ്ട്രീയത്തിൽ താക്കോൽ സ്ഥാനത്തേക്ക് ആരെന്ന ചർച്ചകൾ സജീവമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 16 മാസങ്ങൾ ശേഷിക്കുന്നുണ്ടെങ്കിലും UDF അധികാരത്തിലെത്തുമെന്ന ഉറച്ച വിശ്വാസത്തിൽ പുതിയ മന്ത്രിസഭയുടെ താക്കോൽ സ്ഥാനത്തേക്ക് രമേശിനെ കൊണ്ടുവരാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ മഞ്ഞുരുകലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം സമുദായ നേതാക്കളെ പിണക്കാൻ കഴിയാത്തതിനാൽ ഗ്രൂപ്പ് തലത്തിലെ പ്രതികരണങ്ങൾ മിതപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും താക്കോൽ സ്ഥാനം ചർച്ചയായതോടെ പ്രതിപക്ഷ നേതാവായ VD സതീശനും കൂട്ടരും കരുതലോടെയാണ് ഇനിയുള്ള നീക്കങ്ങൾ നോക്കിക്കാണുക. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.